ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭത്തിൽ ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നതിനെ കുറിച്ചും ഒക്കെ എന്നോട് പ്രിയ ഷാജി പാസ്റ്റർ പറയാനിടയായി തീർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം വരേണ്ടതായിരുന്നു. പക്ഷെ എന്നാൽ 2 ദിവസവും കൂടെ അവധിയെടുക്കാനുള്ള പ്രയാസം കൊണ്ട് ഇന്ന് മാത്രം നിങ്ങളുടെ നടുവിൽ കടന്നു വരാനായിട്ട് ദൈവം ഇടയാക്കി. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയൊരു പ്രസംഗത്തിന്റെ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് അറിയില്ല. കർമ്മേലിലെ അനുഭവവും അതുപോലെ വിശ്വാസ ആ പടകിനോടുള്ള ബന്ധത്തിലെ മീൻ പിടിച്ച ആ വിഷയങ്ങളൊക്കെ വളരെ മനോഹരമായി പ്രിയ ദേവദാസന്മാർ അവതരിപ്പിച്ചു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കും. ഇവിടെ വന്നപ്പോഴാണ് പ്രിയ ദേവദാസിനെ ഗുണവത്താവുള്ള ദേവദാസിനെ പരിചയപ്പെടാൻ ഇടയായിത്തീരുന്നു. പ്രിയ പാസ്റ്ററെ കാണാനും പരിചയപ്പെടാൻ ഇടയായിത്തീർന്നു. ഇവിടുത്തെ ദേവദാസനെ പരിചയപ്പെടാൻ ഇടയായിത്തീർന്നു. പിന്നെ അവരൊക്കെ വന്നവരൊക്കെ അവിടെ നിന്ന് വന്നുള്ള ദേവദാസന്മാരും സഹോദരിമാരും ഉണ്ടല്ലോ. എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീഡിയോയും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ട് ശമൂലോട് ഇരിപ്പുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുക. ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യമാണ്. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയാവുന്ന ചില ചിന്തകൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുപോയി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര വെച്ച് തുറന്നു. പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കിവെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രജ്ഞരിൽ അവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നതാരെന്ന് മതി. ഇനി ഈ വാക്യങ്ങൾ എന്നെ വായിച്ച് സഹായിക്കണം. വേറെ പുസ്തകത്തിന്റെ വേറെ എവിടേക്കെങ്കിലും ബൈബിളിന്റെ വേറെ എവിടേക്കും നിങ്ങൾ പോകണ്ട. അടുത്ത ഹാഫ് ആൻ അവർ ഈ ഒരൊറ്റ ഭാഗം മാത്രം നമ്മൾ ചിന്തിക്കാൻ പോകും. അപ്പൊ എന്നെ ഓരോ വാക്യങ്ങളായിട്ട് വായിച്ച് സഹായിക്കേണ്ടതായിട്ട് ആ വാക്യത്തിന്റെ ആരംഭ ഭാഗം ഒന്നും കൂടെ ഒരിക്കൽ. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. ആ വാക്ക് വളരെ ചെറിയൊരു വാക്കുണ്ട് അതിനകത്ത്, പിന്നെയും എന്നുള്ള വാക്ക് അല്ലേ? പിന്നെയും എന്നുള്ള വാക്ക് രസമാണല്ലേ വാക്ക്. ആ പിന്നെയും എന്നുള്ള വാക്കിന് അർത്ഥം എന്താണ്? ഒരു പ്രാവശ്യം ആവണമെന്നില്ല, പല പ്രാവശ്യം പോയിട്ടുണ്ടാവാനുള്ള സാധ്യത. പിന്നെയും എന്നുള്ള വാക്ക് വളരെ ചെറിയൊരു വാക്കാണെങ്കിലും, നമ്മൾ സ്ഥിരം പറയുന്ന വാക്കാണെങ്കിലും അതിനകത്തുള്ള അർത്ഥം വളരെ ഗാംഭീര്യമുള്ളതാണ്. പിന്നെയും എന്നുള്ള ആ പദപ്രയോഗം. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാള് 1 തവണ വന്നു, 2 തവണ വന്നു, 3-ാം പ്രാവശ്യം വരുമ്പോ നിങ്ങളുണ്ടല്ലോ, ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായില്ലേ? സന്തോഷമായിരിക്കും അതോ ചിലര് എത്രയായാലും ഒരു 3-4 പ്രാവശ്യം അടുപ്പിച്ചിങ്ങനെ വരുമ്പോ അത്ര സന്തോഷമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷെ യേശു ഇവിടെ 1 തവണ വന്നു, 2 തവണ വന്നു, പല തവണ വന്നു. ഇപ്പൊ പിന്നെയും യേശു അവിടേക്ക് വന്നു. പക്ഷെ ഈ വീട്ടിന്റെ ഉടമസ്ഥൻ വളരെ പഠിക്കപ്പെടേണ്ട ഒരാളാണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാന് ഈ മെസ്സേജ് പറയുമ്പോ പലപ്പോഴും പറയാറുള്ളപ്പോ എനിക്ക് സ്വർഗത്തിൽ ചെന്നാൽ കാണാൻ ആഗ്രഹമുള്ള ഒരു 5-10 പേരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ. പക്ഷപാതക്കാരനെ എനിക്ക് അത്ര കാണണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. യേശു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള യേശുവിനോട് നിർത്താം. അല്ല, യേശു ഇല്ലാത്തൊരു സാന്നിധ്യത്തിലേക്ക് നമ്മൾ പോകേണ്ട ആഗ്രഹമില്ല, നമുക്ക് ചിന്തയില്ല. കെ ഇബ്രാഹിം സാർ പറഞ്ഞ പോലെ ആരോട് ഒരാൾ ചോദിച്ചു, കെ ഇബ്രാഹിം സാറിനോട് ചോദിച്ചു, അല്ല, ഈ യേശു നിങ്ങൾ ചെല്ലുന്ന സ്വർഗത്തിൽ ഇല്ല എന്ന് വിചാരിക്കുക, ആള് നരകത്തിലാണെന്ന് വിചാരിച്ചു, യേശു നരകത്തിലാണെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനാണോ ഇഷ്ടം, നരകത്തിൽ പോകാനാണോ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോ കെ ഇബ്രാഹിം സാർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞത്, യേശു സ്വർഗത്തിലില്ല നരകത്തിലാണെങ്കിൽ എനിക്ക് അവിടെ പോകാനാണ് ഇഷ്ടം. കാരണം ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ സുഖത്തിന് വേണ്ടിയല്ല, യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ടാണ്.
അതുപോലെ യേശുവിന്റെ ആ കാര്യം ഞാൻ വിടാൻ വേണ്ടി പറയാം. എന്നാൽ മറ്റു പലരെയും കാണാൻ ആഗ്രഹമുള്ള ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഈ ഉടമസ്ഥനെയും കാണാൻ ആഗ്രഹമുണ്ട്, വലിയ ആഗ്രഹമുണ്ട്. ഞാനിത് പറയാൻ പോകുന്നത് നിങ്ങൾ ഇന്ന് വരെ കേൾക്കാത്ത ഒരു പ്രസംഗത്തിൽ. എല്ലാവരും പക്ഷപാതക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, യേശു സൗഖ്യദായകനാണെന്ന് കേട്ടിട്ടുണ്ട്, യേശു രോഗികളെ വിടുവിക്കുന്നില്ലാന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രസംഗം ഇതിലൂടെ കേട്ടിട്ടുണ്ടാകാം. പക്ഷെ ഇയാളെ കുറിച്ച് അങ്ങനെ ആരും പറയാറില്ല. ആരെ കുറിച്ച്? പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുവാൻ വീട് ഒരുക്കി അനുവദിച്ചു കൊടുത്ത ആളെ അങ്ങനെ ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അയാളെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അയാളെ കുറിച്ച് പരിചയപ്പെടുത്തി കഴിയുമ്പോൾ പറയും ഇയാൾ ഇത്രയും വലിയ ആളാണോ എന്നുള്ളത് അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ ഇയാളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. നമ്മുടെ വീട്ടിൽ ഒരു 2 ആള് പ്രസംഗരായിട്ട് വരുന്ന ആൾക്കാരെ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം കണ്ടമാനം ആൾക്കാർ വരികയല്ലേ, അതുകൊണ്ട് നിവൃത്തിയില്ലല്ലോ. ഞാൻ അതൊന്നും പറയുന്നില്ല. ചോറ് വെക്കണം, അവർക്കുള്ള ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കണം, പിന്നെ റൂം ക്ലീൻ ആക്കണം. കാരണം ഒരു 2 വർഷമായിട്ട് അത് ക്ലീൻ ആക്കാണ്ട് കിടക്കണമായിരിക്കും, അത് ശരിയാക്കി എടുക്കണം. പിന്നെ എന്താ പറയാ, ബാത്റൂം അപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കാനായിട്ട് തുടങ്ങുന്നത്. ഫാനിന്റെ മുകളിലുള്ള ചുരുക്കി പറഞ്ഞ ഭയങ്കര പണിയാ. അപ്പൊ ഈ ചെങ്ങായി വന്നില്ലെങ്കിലോ, ഒരു ഹോട്ടല് റൂം എടുത്ത 5000 പോവുള്ളോ. എന്നാലും ഞാൻ പറഞ്ഞ ആശയം ഞാൻ ആരെയും കുറ്റം പറയല്ല കേട്ടോ, എന്റെ വീട്ടിലെ കുറിച്ചിട്ടും അല്ല പറഞ്ഞത്, ഞാൻ പൊതുവെ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമ്മുടെ പ്രൈവസിയെയും നമ്മുടെ സ്വകാര്യതയെയും ഹനിക്കുന്ന ഏതിനോടും നമുക്കൊരു വെറുപ്പാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്താൻ നമുക്ക് ഇഷ്ടമില്ല. ലോകത്തിൽ ആർക്കും ഇഷ്ടമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞ്, രാജു പാസ്റ്റർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ഒരു ദിവസം ചെന്നു ഒരു വീട്ടിലേക്ക്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാരണം നല്ല അപ്പവും നല്ല ഇറച്ചിക്കറിയായിരുന്നു, കോഴി ഇറച്ചിയായിരുന്നു. പാസ്റ്റർക്ക് മനസ്സിലായി ഇവരുടെ വീട്ടിലെ നിസാര പരിപാടിയിൽ നേരെ വിളിച്ചമ്മൻ ഇങ്ങനെ ഉണ്ടാക്കാച്ചി ഉച്ചയ്ക്ക് എന്തായിരിക്കും സ്ഥിതി, രാത്രി എന്തായിരിക്കും സ്ഥിതി നല്ലോണം അറിയാവുന്നതുകൊണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോ ഉച്ചത്തെ ലഞ്ചിന്റെ ടൈമിലേക്ക് അവിടെ ചെന്നു. കരിമീൻ വറുത്തുണ്ടായിരുന്നു, കൊടുത്തു. പാസ്റ്റർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇത് മനസ്സിലാക്കിയിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് രാത്രി ചെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയാവോ? ഒരു 7-9 ഇടയ്ക്ക് വരുന്നത് സീരിയലിന്റെ സമയമാണ്. പാസ്റ്റർ എപ്പോ വേണമെങ്കിൽ വന്നോളൂ, പക്ഷെ ഈ ഒരു ടൈമിൽ ഇങ്ങോട്ട്, കാരണം ഞങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയത്ത് അത് ഹനിക്കാനായിട്ട് ഇങ്ങോട്ട് ചിലപ്പോൾ പറയില്ലായിരിക്കാം. പാസ്റ്റർ പറഞ്ഞ പോലെ ചിലർ വന്ന് ഇഷ്ടമാന്ന് പറയും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന സമയമുണ്ട്. പക്ഷെ ഈ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ ഈ വീടിന്റെ ഉടമസ്ഥൻ നമ്മോട് എല്ലാവരോടും പറയുകയാണ്, യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് എന്റെ പ്രൈവസി നഷ്ടപ്പെടുന്നു, എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു, എനിക്കുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുന്നു, ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് യേശുവിന്റെ സാന്നിധ്യം. പക്ഷെ പറയുകയാണ്, എനിക്ക് ഇതിനേക്കാളൊക്കെ വിലപ്പെട്ടത് യേശുവിന്റെ സാന്നിധ്യമാണ്. എന്റെ വീട് അതിനുവേണ്ടി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. സമ്പൂർണമായി ഞാൻ ഈ വീട് യേശുവിനായി സമർപ്പിക്കുന്നു. വലിയ വീടൊന്നും അല്ല കേട്ടോ, കൊച്ചു വീടാ, ചെറിയ വീടാ. പക്ഷേ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ ഈ വീടിന്റെ ഉടമസ്ഥൻ നമ്മോട് പറയുന്നത്, എന്റെ കൊച്ചു വീടാണെങ്കിലും അങ്ങ് ഇവിടെ വരാൻ തയ്യാറായല്ലോ. പണ്ട് ഒരു വീട്ടിലേക്ക് ഒരു പാസ്റ്റർ പോയി. സ്ഥിരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പാസ്റ്ററോട് വീട്ടുകാരുടെ ഒരു തീരുമാനം എടുത്തു, ഇയാള് ഈ വരവ് നമുക്കൊന്ന് നിർത്തണം. അതിനെന്താ മാർഗം? നമുക്കൊരു വഴക്കുണ്ടാക്കാം, നല്ലൊരു വഴക്കുണ്ടാക്കാം. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ തീരുമാനിച്ച് ഉറപ്പിച്ചു. അങ്ങനെ പാസ്റ്റർ കയറി വന്നിരുന്നു, സെറ്റിയിൽ ഇരുന്നപ്പോ ഈ സ്ത്രീ ആണെങ്കിൽ ഒരു മുറത്തിലെ അരി ഇങ്ങനെ ചേറിക്കൊണ്ടിരിക്കുക, അല്ല അതിങ്ങനെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാസ്റ്റർ കയറി വരുന്നപ്പോ ഈ മുറം കയ്യിലുണ്ട്, അതിനകത്ത് ഗോതമ്പുണ്ട്. ഈ പാസ്റ്റർ കയറി വന്ന് സെറ്റിയിൽ അങ്ങിരുന്നു. ഇരുന്ന വഴിക്ക് ഈ ഭാര്യ എന്തൊക്കെയോ ചില കാര്യങ്ങള് ഭർത്താവിനോട് പറഞ്ഞു. അത് ഇച്ചിരി മുറുകി വഴക്കിലേക്ക് പോന്നു. അപ്പൊ ഭർത്താവ് ഭാര്യക്കിട്ട് ഒരു അടി കൊടുത്തു. അപ്പൊ പാസ്റ്റർക്ക് ആകെ വിഷമായി. ഈ വീട്ടിൽ എങ്ങനെയാ ഇത്ര ഇനി നിൽക്കുക?
എന്ന് വിചാരിച്ചിട്ട് ഈ പാസ്റ്റർ മെല്ലെ പുറത്തേക്ക് പോയപ്പോ ഭർത്താവിനും ഭാര്യയ്ക്കും വലിയ സന്തോഷമായി. അപ്പൊ ഈ ഭർത്താവ് ഭാര്യയോട് പറയല്ലേ, ഞാൻ നിന്നെ നോവാതെ തല്ലിയത് കണ്ടോ? അപ്പൊ ഈ ഭാര്യ ഭർത്താവിനോട് പറയുക, ഞാൻ തൂവാതെ ഈ മൊറ അങ്ങോട്ട് വിട്ടത് കണ്ടോ? അപ്പൊ പാസ്റ്റർ, ഞാൻ പോവാതെ നിന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ ആ വെളിയിൽ നിന്ന് അകത്തോട്ട് കയറി വന്നു. പാസ്റ്റർ വരും, യേശു വരില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ യേശുവിന് താല്പര്യമില്ല. പൂർണ്ണ സമ്മതം നമ്മൾ കൊടുക്കുന്നെങ്കിൽ മാത്രം യേശു നമ്മുടെ വീട്ടിൽ വരാൻ ആഗ്രഹിക്കും. ഒരാള് ഇങ്ങനെ തുള്ളിച്ചാടി നടന്നു വരികയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആള് ചെവി ഇങ്ങനെ വട്ടം പിടിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ അങ്ങനെ യാത്ര ചെയ്തു. ഇവര് തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഈ തുള്ളിച്ചാടി വരുന്ന ആള് ഈ എതിരെ വരുന്ന ആളോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ചെവിയൊക്കെ വട്ടം പിടിച്ചു വരുന്നത്? എന്താ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഈ ആൾ പറയുകയാണ്, ഞാന് ചെകിടനും ഊമനുമായിരുന്നു. കഫർന്നഹൂമിൽ യേശു വന്നപ്പോൾ യേശു എന്നെ തൊട്ട് സൗഖ്യമാക്കി. കഴിഞ്ഞ തവണ വന്നപ്പോ തിരിച്ചു ചോദിച്ചു, നീ എന്താ ഇങ്ങനെ തുള്ളിച്ചാടി വരുന്നത്? അവൻ പറഞ്ഞു, ഞാൻ മുടന്തനായിരുന്നു, യേശു കഫർന്നഹൂമിലുണ്ടപ്പോൾ എന്നെ തൊട്ട് സൗഖ്യമാക്കി. രണ്ടുപേരും സന്തോഷത്തോടു കൂടെ മുന്നോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ ഒരാള് തന്റെ കൈയും കാലും ഒക്കെ ഇങ്ങനെ നോക്കി വരുന്നു. അയാളോട് ചോദിച്ചു, നീ എന്താ, നിന്റെ ശരീരം ആദ്യമായിട്ട് കാണുന്ന പോലെ ഉണ്ടല്ലോ, കൈയും കാലും ഒക്കെ ഇങ്ങനെ നോക്കി വരുന്ന എന്നാന്ന് ചോദിച്ചു. ഉടനെ അയാൾ പറഞ്ഞു, ഞാൻ കുഷ്ഠരോഗിയായിരുന്നു, യേശു കഫർന്നഹൂമിൽ വന്നപ്പോൾ എന്നെ സൗഖ്യപ്പെടുത്തി. മൂന്ന് പേരും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരാള് പ്രകൃതിയെ ആസ്വദിച്ച് വളരെ ആകാംക്ഷയോടുകൂടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ കാണുന്നത് പോലെ അദ്ദേഹം ഇങ്ങനെ നോക്കി വരികയാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇവര് മൂന്നാളും കൂടെ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ വരുന്നത്? റോട്ടിലൂടെ നടക്കുമ്പോൾ മാന്യമര്യാദയ്ക്ക് നടന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുരുടനായിരുന്നു, കഫർന്നഹൂമിൽ യേശു എന്നെ തൊട്ട് സൗഖ്യമാക്കി. നാലുപേരും കൂടെ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഈ കഫർന്നഹൂമിൽ ഇന്ന് യേശു വരുന്നുണ്ട്. ആ കൊച്ചു വീട്ടിലേക്ക് യേശു വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ പരിചയക്കാരനായ പക്ഷവാതക്കാരനെ കൂടെ മെല്ലെ പൊക്കിയെടുത്ത് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ഈ വീടിന് പ്രസക്തി ഉണ്ടാകുന്നത്. അല്ല, ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ചലഞ്ച് സംഭവിക്കാൻ പോകുന്നത് ഇവര് നാലു പേരും കൂടെയുള്ള കൂട്ടായ്മ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി. ഇതാണ് ദൈവസഭയുടെ പ്രത്യേകത. ദൈവസഭ എന്ന് പറഞ്ഞാൽ 4, 5, 6, 10, 15 പേര് കൂടുമ്പോൾ അവരൊരു ടീമായി യേശുവിന്റെ രാജ്യത്തിന് വേണ്ടി, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി നമുക്ക് ലഭിച്ച അതേ സന്തോഷം മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കാനുള്ള ഒരു ടീം വർക്കാണ് ഫെലോഷിപ്പ് അല്ലെങ്കിൽ സഭായോഗം അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ നാലുപേരും കൂടെ ഒരു ടീമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ലഭിച്ച ഈ രോഗസൗഖ്യം ഈ പക്ഷവാതക്കാരൻ ലഭിക്കണമെങ്കിൽ ഇവനെയും കൊണ്ട് നമ്മൾ യേശുവിന്റെ അടുക്കൽ പോയേ പറ്റൂ. അങ്ങനെ നാലുപേരും കൂടെ ഈ പക്ഷവാതക്കാരന്റെ വീട്ടിലേക്ക് പോകുന്നു. നിങ്ങൾ ഭാവനയിൽ കാണുന്നോണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. ഞാൻ പ്രസംഗിക്കണൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു നാടകം കാണുന്ന പോലെയാണ് ഞാൻ പ്രസംഗിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കും ആ നാടകം കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ യാതൊരുവിധ അടയാളങ്ങളും ചിഹ്നങ്ങളും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ശരിക്കും ഒരു നാടകം കാണുന്ന പോലെ അതിനെ ഇങ്ങനെ ആസ്വദിക്കാനായിട്ട് കഴിയും. കാരണം ഈ പുസ്തകം അത്ര മനോഹരമായി രേഖപ്പെടുത്തിയ പുസ്തകമാണ്. അങ്ങനെ ഇവര് നാലാളും കൂടെ അവിടേക്ക് ചെന്നു. എങ്ങനെയാ പൊക്കിയ? കട്ടിലോടുകൂടെ ആണോ? അല്ല, കിടക്കിയോടുകൂടി. നമ്മൾ വിചാരം കട്ടിലോടുകൂടെ പൊക്കി ഇതൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ട് വെക്കാനൊക്കെ എളുപ്പമൊന്നുമില്ല. അപ്പൊ ഇവര് നാലാളും കൂടെ കിടക്കിയോടുകൂടെ ഉണ്ടോ പുസ്തകത്തിലുണ്ട്, നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട. ഞാൻ അങ്ങനെ തിരിച്ചു പറഞ്ഞല്ലോ എന്ന് ചോദിച്ചു ഭാരപ്പെടുന്നു ചെയ്ത്. അത് ആ പുസ്തകത്തിലുണ്ട് അല്ലെ? കിടക്കിയോടില്ല, കിടക്കിയോട്. അപ്പൊ നാലാളും കൂടെ 4 തലക്കിൽ പിടിച്ചു. 15 കിലോ കാണുള്ളൂ, കാരണം കുറവല്ലായാലോ ഈ കിടപ്പ് തുടങ്ങിയിട്ട്. അപ്പൊ ഇതിനെ തൂക്കി പിടിച്ചു പൊക്കി. ഒരാളും ബാലൻസ് വിട്ടില്ല കേട്ടോ. 4 ആളും ഒരേ ബാലൻസ് പൊക്കി. കാരണം അവർക്കറിയാം, ഞങ്ങൾ അനുഭവിച്ച ഈ സന്തോഷം
ഇയാൾക്കും കൂടെ കിട്ടണമെന്നുള്ള പൂർണ്ണ മനസ്സോടെയുള്ള ആ ഒരു താല്പര്യമാണ് സ്വർഗം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്യാനൊക്കെ പുറപ്പെടുമെങ്കിലും കുറച്ച് പിടിച്ചു വെച്ചിട്ടേ നമ്മൾ കൊടുക്കുകയുള്ളൂ, അല്ലേ? ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട്. ആ പേന ഞാന് ഷായി പാസ്റ്റർ അല്ലെങ്കിൽ പാസ്റ്ററിനോട് പേന ചോദിക്കുകയാണെങ്കിൽ ഞാൻ പേന അങ്ങനെ തരുമെന്നാണോ പാസ്റ്റർ വിചാരം? ടോപ്പ് വരിയെ തരുള്ളൂ. പാസ്റ്റർ വിചാരിച്ച് ഞാൻ അപ്പൊ തന്നെ പേന തരുമെന്ന്. ആകെ 50 രൂപയുടെ സാധനം, പക്ഷെ ഞാൻ ടോപ്പ് വരിയിട്ടേ കൊടുക്കുള്ളൂ. കാരണം എന്താ അറിയോ, പാസ്റ്റർ ഇത് എഴുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കാൻ നോക്കും. അപ്പൊ ഇത് ടോപ്പിലാണ്, അത് എന്റെ അല്ലാലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാ, അല്ലാണ്ട് പിണക്കം കൊണ്ടല്ല. അങ്ങനെ ഞാൻ എന്നും ഈ ടോപ്പ് അടക്കം പേന കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പേന കൊടുക്കാൻ ഒഴിവുണ്ടാവും. കാരണം അവരെ കുറ്റം കൊണ്ട് കാര്യമില്ല. കാരണം ഇത് എഴുത്ത് കഴിഞ്ഞപ്പോ മടക്കി കുത്തി പോക്കറ്റിലങ്ങ് വെച്ചു, അവരങ്ങ് പോകും. ഞാൻ പിന്നെ പേന തപ്പി നടക്കും. കാരണം എന്റെ മനോഭാവം അത്ര നല്ലതാണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത്ര പിശുക്കന്മാരാണ് നമ്മള്. ഒരു പേന പോട്ടെ, അവൻ ടോപ്പും കൈ പിടിച്ച് പോട്ടെ എന്ന് വിചാരിക്കല്ല. അപ്പോഴും ഞാൻ എന്ത് ചെയ്യും, എന്റെ സ്വാർത്ഥതയിൽ കൊടുക്കും ഞാൻ. പക്ഷെ എന്റെ സ്വാർത്ഥതയിൽ ആ ടോപ്പ് ഞാൻ ഊരി വെച്ചിട്ടേ കൊടുക്കൂ. അതാ ഞാൻ. നിങ്ങൾ എങ്ങനെയെന്നല്ല, നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ 2-3 പേന കൊടുക്കും. അതൊക്കെ നിങ്ങൾ ശരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇയാൾ അങ്ങനെയായിരുന്നു. ഈ 4 പേര് ഒരേ മനോഭാവത്തോടുകൂടെ 4 പേരും കൂടെ ഒരുമിച്ച് ഈ കിടക്കയോടുകൂടെ പൊക്കിയെടുത്തു. അവരുടെ ഒരേ ഒരു താല്പര്യം, ഞങ്ങൾക്ക് ലഭിച്ചത് ഇവനും കിട്ടും. അതിനുണ്ടാകാവുന്ന പ്രതിസന്ധികളോ ഇവനെ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടുകളോ ഈ കിടക്കയോട് കൊണ്ടുപോകുമ്പോൾ ആളുകൾ ചോദിക്കുമെന്നോ ഇതൊന്നും അവർക്കൊരു വിഷയമല്ല. അവർ 4 പേരും കൂടെ യേശുവിന്റെ അടുക്കിലേക്ക് ഈ പക്ഷവാതക്കാരനെ കിടക്കയോടുകൂടെ കൊണ്ടുപോകും. അവിടെ ചെന്നപ്പോഴാണ് നേരത്തെ പറഞ്ഞ വിഷയം ഉണ്ടായത്. അവിടെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം ഈ ഉടമസ്ഥന്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ നേരത്ത് അവര് ആലോചിച്ചിരിക്കുക, എങ്ങനെയാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുന്നത്? കാരണം വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം ആളുകൾ തിങ്ങി നിന്ന് ഞങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോഴും ആ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ വീടിന്റെ ഉടമസ്ഥൻ നമ്മോട് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങോട്ടൊന്നും ലഭിച്ചില്ലെങ്കിലും, കഴിഞ്ഞ പലതവണ വന്നിട്ടും ഈ വീടിന് മാറ്റം സംഭവിച്ചില്ലെങ്കിലും എന്റെ യേശുവിന്റെ സാന്നിധ്യത്തിലായി ഞാൻ പിന്നെയും ഈ വീട് കൊട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ആ കാഴ്ച. അപ്പൊ ഇനി ഞാനൊരു രസകരമായ ഒരു കാര്യം പറയുകയാണ്. പുസ്തകത്തിലുള്ളതൊന്നല്ല, ഇതുവരെ പറഞ്ഞത് പലതും പുസ്തകത്തിലുള്ളതല്ല. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ. ഇവര് 4 ആളും കൂടെ ഇങ്ങനെ നോക്കിയിട്ട് ഈ വീടിന്റെ മുകളിലേക്കും നോക്കിയപ്പോ വലിയ ബലവും വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ ഓടൊക്കെ ഇളക്കി പെട്ടെന്ന് ആളെ ഇറക്കി വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ 2-3 ഗോവണി കിട്ടിയാൽ നല്ലതായിരുന്നു ഒരു തോന്നൽ പിന്നെ മനസ്സിൽ. അതെന്റെ ഭാവനയാണ്, ഇത് പുസ്തകത്തിലൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരൊന്നും പ്രചോദിച്ച് പറഞ്ഞേക്കരുത്. ഈ പ്രസംഗം എന്നോടുകൂടെ അതങ്ങ് വിട്ടേരും. അപ്പൊ ഒരു ഗോവണി തപ്പി നടക്കുക എന്റെ ഭാവനയാണല്ലോ. അപ്പൊ ഉണ്ട് ഒരു ഗഡി, നമ്മൾ തൃശ്ശൂർ ഭാഷ പറയാൻ ഒരാളിങ്ങ് നടന്നു വരും. ആള് ചോദിച്ചു, നിങ്ങളിവിടെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, എന്താ സംഭവം, എന്താ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഈ വന്ന പക്ഷപാതക്കാരനെ കൊണ്ടുവന്ന 4 ആളും കൂടെ പറയല്ലേ, ഞങ്ങൾക്ക് ഈ വീട്ടിലെയാണ് യേശു ഉള്ളതെന്ന് അറിയാം. വാതിൽക്ക് പോലും ഇടമില്ലാതെ വന്ന ആളുകൾ തിങ്ങിയിരിക്കുക. ഇനി ഞങ്ങൾക്ക് യേശുവിന്റെ ആ മുമ്പിലേക്ക് ഈ പക്ഷപാതക്കാരനെ ഒന്ന് ഇറക്കി വെക്കണം, വേറെ നിവൃത്തിയില്ല. ഇപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി, ഈ മേൽക്കൂര ഒന്ന് പൊളിച്ചിട്ട് ഈ പക്ഷപാതക്കാരനെ മുകളിൽ കൂടെ ഇറക്കി താഴ്ത്തേക്ക് ഇറക്കണമെങ്കിൽ ഒരു 1-2 ഗോവണി കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ആരോടത് പറഞ്ഞെന്നറിയാവോ? ഈ വീടിന്റെ ഉടമസ്ഥനോടാ. എന്നോടൊക്കെ പറഞ്ഞ ഇനി ആ ഒരൊറ്റ പറച്ചിലേ പറയുള്ളൂ, പിന്നെ പറയില്ല. എന്റെ വീട് പൊളിച്ചടക്കണം അല്ലേ, അതിന് ഞാൻ ഗോവണി തപ്പി തരണമല്ലേ. പക്ഷെ ഈ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ വീടിന്റെ ഉടമസ്ഥൻ എന്താ പറഞ്ഞെന്നറിയാവോ? ഇത് പൊളിച്ചു പോയാലും എനിക്ക് വിഷയമില്ല, യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾക്ക് ഈ പക്ഷപാതക്കാരൻ ഇറക്കി വെച്ച് അവൻ സൗഖ്യം പ്രാപിച്ചു പോകുന്നത് കൺകുളിർക്കെ കാണുന്നതോടുകൂടെ ഞാൻ അത്ഭുതവാനായ യേശുവിനെ ഒന്നും കൂടെ സ്നേഹിക്കാനായിട്ട് എനിക്ക് കഴിയും. എന്റെ വീടിന്റെ നന്മയല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇതിനകത്തിലൂടെ അനേകമായിരം ആളുകൾ എന്റെ വീട്ടിൽ വന്ന് യേശുവിലൂടെ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുന്നത് ഞാൻ കൺകുളിർക്കെ കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ വലിയ സന്തോഷം. കാരണം ഈ കഫർന്നഭൂമിൽ 1000 വീടുകൾ ഉണ്ടായിരുന്നു, വലിയ വമ്പൻ 2-നില കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, 5-നില കെട്ടിടങ്ങൾ അപ്പുറത്തുണ്ടായിരുന്നു, ധനാഢ്യന്മാർ പലരും ഉണ്ടായിരുന്നു, സമൃദ്ധരായ ആളുകൾ ഉണ്ടായിരുന്നു, വിദ്യാസമ്പന്നരുണ്ടായിരുന്നു. പക്ഷേ എന്റെ വീടിനെയാണ്
അഖിലാണ്ട സൃഷ്ടാവായ യേശു തമ്പുരാൻ സെലക്ട് ചെയ്ത് എന്നെ ഈ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിച്ച് ഈ വീടല്ലേ തമ്പുരാൻ സെലക്ട് ചെയ്ത്. അതുകൊണ്ടല്ലേ ഈ ദൈവസഭയ്ക്കകത്ത് നിങ്ങൾ വന്ന് ഇരിക്കുന്നത്. എത്രയോ ആളുകളുണ്ട് ഈ പഴയുടെ ദേശത്ത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ദൈവസഭയുടെ ഭാഗമാക്കുവാൻ നമ്മെ ദൈവം സ്നേഹിച്ചത് ഓർത്ത് ഇത് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി കഴിയേണ്ട. കാരണം അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ കാര്യം മാത്രമല്ല, കോടാനുകോടി ജനങ്ങളുള്ള ഏതാണ്ട് 900-ലധികം കോടി ജനങ്ങളുള്ള ഈ ലോകത്ത് എത്രയോ ചുരുക്കം പേരെയാണ് അവൻ ആരാധിക്കാനായി ദൈവം വിളിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ആളാകാൻ നമുക്കും ഭാഗമായില്ലേ? അതിലെ ഒരു അംഗമാകാൻ നമുക്കും ഭാഗ്യം ലഭിച്ചില്ലേ? മനസ്സിലായില്ല? അതൊരു വലിയ ഭാഗ്യമല്ലേ? ഈ ഉടമസ്ഥൻ പറയുകയാണ്, എത്രയോ വീടുകളുണ്ടായിരുന്നു യേശുവിന്, പക്ഷെ എന്റെ വീടല്ലേ തമ്പുരാൻ സെലക്ട് ചെയ്തുള്ളൂ. ആർക്കും അറിയില്ല, പക്ഷെ എനിക്കറിയാം. എന്റെ വീട്ടിൽ വന്ന് ഈ രോഗസൗഖ്യം കൊടുക്കുന്ന ആളുണ്ടല്ലോ, അങ്ങോര് നിസ്സാരക്കാരനല്ല. അഖിലാണ്ട സൃഷ്ടാവായ ദൈവം തമ്പുരാനാ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനൊക്കെ വലിയ ഭാഗ്യം നിനക്ക് എന്താ ലഭിക്കാനുള്ള? കഫർന്നഹൂമിലെ മേയർ നിന്റെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ലായിരിക്കാം. ഇസ്രായേലിലെ പ്രധാനമന്ത്രി ഇന്ന് വരെ നിന്റെ വീട്ടിൽ വന്നിട്ടില്ലായിരിക്കാം. പക്ഷെ അഖിലാണ്ട സൃഷ്ടാവായ രാജാവായ കർത്താവ് നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. മനസ്സിലായി വരുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഈ ലോകത്തിൽ ആരും നിങ്ങളെ അംഗീകരിച്ച് നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിലും ഭാരപ്പെടേണ്ട. അംഗീകരിക്കേണ്ടവൻ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതിനേക്കാൾ വലിയത് എന്താ ഉള്ളേ? അതിനേക്കാൾ വലിയത് എന്താ ഉള്ളേ? ഒന്നുമില്ല എന്നൊരിക്കൽ കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് പറയുമ്പോൾ അറിയാതെ എന്റെ കണ്ണുനീർ നിറയാറുണ്ട്. കാരണം നമ്മെ അത്രമാത്രം വെറും സാധാരണക്കാരനായ ആ കഫർന്നഹൂമിലെ ഉടമസ്ഥനെ, ആ വീടിന്റെ ഉടമയെ യേശു തമ്പുരാൻ അത്രമാത്രം സ്നേഹിച്ചു. വേറെ ഏതെങ്കിലും ഒരു ലീഡർ ആണെങ്കിൽ എന്തായിരിക്കും പറയാ? ഇത്ര ആളുകൾ ഒരു ദിവസം മീറ്റിങ്ങിന് കൂടി കഴിഞ്ഞാൽ അടുത്ത മീറ്റിങ്ങിന് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുമെന്ന് അറിഞ്ഞിട്ട് ഈ വരുന്ന വമ്പൻ പുള്ളികൾ ഉണ്ടല്ലോ ഇപ്പത്തെ, യേശുവിനെ അങ്ങനെ കണക്കാക്കുന്നുണ്ടോ? എത്ര ആൾ കൂടുമെന്ന് ആദ്യം ചോദിക്കുന്ന ആൾക്കാരില്ലേ? ആ യോഗത്തിന് എത്ര ആൾക്കാർ കൂടുമെന്ന് എന്നെ വിളിച്ചുകൊണ്ട് വരുന്ന ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുമല്ലേ, എത്ര ആൾക്കാർ കൂടുമെന്ന് ചോദിക്കില്ലേ? ഇവിടെ 10-200 ആൾക്കാർ വന്നിരുന്ന് വീട് മൊത്തം നിറഞ്ഞിരിക്കുക. യേശു പറയേണ്ടത് ഇങ്ങനെയാ, അടുത്ത പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഓഡിറ്റോറിയം ഒന്ന് മാറ്റം, വേറെ സ്ഥലത്തേക്ക് നോക്കണം. പക്ഷെ യേശു അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പരിമിതമായ സ്ഥലമാണെങ്കിലും എനിക്ക് സ്വീകാര്യനായ വ്യക്തി എന്നെ പിന്നെയും അനുവദിക്കുന്നുണ്ടെങ്കിൽ തമ്പുരാൻ മാറിപ്പോകുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. പിന്നെയും ആ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നു. വീടിന്റെ വലിപ്പം യേശുവിന് പ്രസക്തിയില്ല, അവിടുത്തെ അന്തരീക്ഷം യേശുവിന് പ്രസക്തിയില്ല, വീടിന്റെ സ്ട്രക്ചർ യേശുവിന് വിഷയമല്ല. പക്ഷെ അത് കൊടുക്കാൻ മനസ്സുള്ളവരുടെ വീട്ടിലേക്ക് യേശു കൂടെ 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 വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ വീട്ടുകാരനെ കുറിച്ചൊരു മതിപ്പൊക്കെ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഇല്ലാത്തൊരു മതിപ്പ്. ഒന്നും കൂടെ പറയാം, ഞാനൊക്കെ ആണെങ്കിൽ ആ വീടിന് ഉടമസ്ഥനാണെങ്കിൽ ബാത്റൂം ഇന്ത്യൻ ക്ലോസറ്റ് അതൊരു യൂറോപ്യൻ ക്ലോസറ്റ് ആക്കിയിട്ട് ഇതിന് മാറ്റാൻ കർത്താവെ നീ അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു 20,000 രൂപ എനിക്ക് സംഘടിപ്പിച്ചു തരും. അല്ല നിങ്ങളല്ല, ഞാൻ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു അമേരിക്കൻ ഒരാൾ വന്നാൽ, ഒരു മിഷണറി വന്നാൽ എന്തായിരിക്കും നമ്മൾ അയാളോട് പറയാ? ഒരു പ്രാവശ്യം വരുമ്പോൾ നമ്മളെ പ്രത്യേകിച്ചൊന്നും പറയില്ല. 2-ാം പ്രാവശ്യം 3-ാം പ്രാവശ്യം കണ്ടില്ലേ, നീ ഭയങ്കര കോടീശ്വരനല്ലേ, എന്തെങ്കിലും ഒന്ന് എനിക്ക് ചെയ്തു തന്നൂടെ? ഈ രോഗികളെ സൗഖ്യമാക്കുന്ന കൂട്ടത്തില് എന്റെ വീട് ഒറ്റയടിക്ക് ഇതൊരു 2 നില കെട്ടിടമാവട്ടെ എന്ന് പറഞ്ഞാൽ യേശുവിന് അത് കഴിയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കണം? കഴിയും. പക്ഷെ ഇയാൾ ഇന്നേ വരെ യേശുവിനോട് ചോദിച്ചിട്ടില്ല. അവിടെയാണ് ഇങ്ങോട്ടൊന്നും ലഭിച്ചില്ലെങ്കിലും അങ്ങോട്ട് കൊടുക്കുന്ന ആ സ്നേഹമാണ് നമ്മെ, ആ വ്യക്തിയെ ഉന്നതനാക്കുന്നത്. പലപ്പോഴും നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന പ്രതിഫലത്തെ, നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന സന്തോഷത്തെ, അതിന്റെ ആ ഭൗതികമായ നന്മയെ അതിനാശ്രയിച്ചാണ് മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നത്. എന്നാൽ ഈ വീട്ടിൽ ഉടമസ്ഥൻ പറയുന്നു, എന്റെ വീടിന് യാതൊരു മാറ്റം സംഭവിച്ചില്ലെങ്കിലും, ഭൗതികമായ ഒരു നന്മയും എനിക്ക് ലഭിച്ചില്ലെങ്കിലും ഞാൻ ഈ വീട് അങ്ങേക്ക് വേണ്ടി എന്നും തുറന്നു തരും. കാരണം എന്റെ സന്തോഷം ഇവിടെ നിന്ന് ആളുകൾ മുടന്തർ തുള്ളിച്ചാടി പോകുന്നത് കാണുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഇല്ലെന്നേ.
അവിടെയാണ് നിസ്വാർത്ഥമായ സ്നേഹം. ഇങ്ങോട്ടൊന്നും ലഭിച്ചില്ലെങ്കിലും ഞാൻ യേശുവിനെ സ്വീകരിക്കും. അങ്ങനെ പറഞ്ഞ വീടിനെ സ്വർഗം ഒരു സംഭവമാക്കി മാറ്റാൻ ആഗ്രഹിക്കും. ഇങ്ങോട്ടൊന്നും ലഭിക്കില്ല എന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷയുള്ള ആളുകളുടെ ആ കാഴ്ചപ്പാട് ആർക്ക് വ്യക്തമായി മനസ്സിലാവും? യേശുവിന് നല്ലോണം മനസ്സിലാവും. അതില്ല എന്ന് മനസ്സിലായിക്കൊണ്ടാണ് യേശു പറഞ്ഞത്. എന്താണെന്നറിയാവോ? അതിന്റെ 8ഉം 9ഉം കൂടെ വാക്യം വായിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അതിന്റെ 6-ാം വാക്യം വായിച്ചു. 5 വായിച്ചോ. 5 വായിച്ചു. ഓക്കെ. നിന്റെ അങ്ങനെയാണോ പറയണ്ടേ? അങ്ങനെയാണോ പറയണ്ടേ? പക്ഷപാതക്കാരനല്ലേ കിടക്കണത്. അവൻ എന്താ വേണ്ടി? ഇപ്പോ രോഗസൗഖ്യല്ലേ അവന് വേണ്ടിയേ? അവൻ പക്ഷപാതം മാറി അവൻ എഴുന്നേറ്റ് ഓടി നടക്കില്ല അവന് വേണ്ടിയേ. പക്ഷെ യേശു പറയുകയാണ്, നിന്റെ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ പരീശന്മാർ പറയുകയാണ്, ഇവനിങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്താണത് അങ്ങനെ പറയാനുള്ള കാരണം? ആ കൊച്ചു വീട്ടിലാണ് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. 1-ാം അധ്യായത്തിൽ അത്ഭുതങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. 2-ാം അധ്യായത്തിൽ ഈ അത്ഭുതം നമ്മൾ കാണുകയാണ്. അങ്ങനെയെങ്കിൽ അത്ഭുതങ്ങളുടെ ആ സംഭവത്തിന്റെ ആരംഭം കാനാവിലെ കല്യാണം വീഞ്ഞാക്കി നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഈ ഒരു അത്ഭുതം മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് യേശു അവിടെ ഒരു കാര്യം ഈ ലോകത്തെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. എന്താണതെന്നറിയാവോ? യേശു മാത്രമാണ് പാപമോചനത്തിന് അധികാരമുള്ള വ്യക്തി എന്ന് ലോകത്തെ പഠിപ്പിക്കണം എൻ്റെ യേശുവിന്. അതിന് കഴിഞ്ഞ പലതവണ രോഗസൗഖ്യം കൊടുത്ത ഈ വീട് തന്നെയാണ് സ്വർഗം തിരഞ്ഞെടുത്തത്. വേദപുസ്തകത്തിന്റെ ഏറ്റവും കാതലായ വിഷയം പാപമോചനമാണ്. അങ്ങനെയെങ്കിൽ ആ വലിയ വേദ പുസ്തക അല്ലെങ്കിൽ വേദശാസ്ത്ര ശൃംഖല, ആ വേദ പഠനശാല ഈ ലോകത്തിൽ ആരംഭിക്കുന്നത് മറ്റെവിടെയുമല്ല, ഈ കൊച്ചി വീട്ടിൽ നിന്ന് ആരംഭിക്കുക. എന്താ ആരംഭിക്കുന്നത്? ഞാന് രോഗസൗഖ്യം കൊടുക്കുന്ന ആളായിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കണ്ട. കഴിഞ്ഞ 3 പ്രാവശ്യം വന്നപ്പോൾ ഞാൻ രോഗസൗഖ്യം കൊടുത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ പാപങ്ങളെ മോചിപ്പിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് ലോകത്തോട് വിളംബരം ചെയ്യുവാൻ ഈ കഫർന്നഹൂമിലെ കൊച്ചു വീടാണ് യേശു തെരഞ്ഞെടുത്തത്. മനസ്സിലായി വരുന്നുണ്ടോ? ഈ വീടാണ് യേശു തെരഞ്ഞെടുത്തത്. നിന്റെ വീട് മാറ്റങ്ങൾ ഭൗതികമായി സംഭവിച്ചില്ലെങ്കിലും ഇതൊരു വേദ പഠനശാലയായി ലോക ചരിത്രത്തിൽ ആദ്യമായി ഈ ലോകത്തോട് സ്വർഗം വിളിച്ചു പറയുകയാണ്, മനുഷ്യപുത്രന് മാത്രമേ പാപങ്ങളെ മോചിക്കാൻ അധികാരമുള്ളൂ എന്ന് ഈ കൊച്ചി വീട്ടിലിരുന്നു കൊണ്ട് ലോകത്തോട് മൊത്തം പ്രഖ്യാപിച്ചു. കഫർന്നഹൂമിൽ മാത്രമല്ല ഇത് വിളംബരം ചെയ്തത്, ഇസ്രായേൽ ജനത്തോട് മാത്രമല്ല വിളംബരം ചെയ്തത്, ഇന്നുവരെ ജീവിച്ചിരുന്നവരും ഇനി ജനിക്കാൻ പോകുന്ന ആളുകളോടുമായി സ്വർഗം വേദപുസ്തകത്തിലൂടെ പറയുകയാണ്, മനുഷ്യപുത്രന് അധികാരമുണ്ട് പാപങ്ങളെ മോചിക്കുവാൻ. അതിനുവേണ്ടി സ്വർഗം തിരഞ്ഞെടുത്ത വീട് മറ്റൊന്നുമായിരുന്നില്ല, ഈ ഒരു കൊച്ചു ഭവനമാണ്. നിസ്വാർത്ഥമായ സ്നേഹം, നിസ്വാർത്ഥമായ വിട്ടുകൊടുക്കൽ, തന്റെ പണം, തന്റെ വീട്, തന്റെ സ്വാതന്ത്ര്യം, തന്റെ പ്രൈവസി എല്ലാം യേശുവിനായി വിട്ടുകൊടുത്തപ്പോൾ ആ വീട് ഒരു വലിയ പ്രൊക്ലമേഷന്റെ, ഒരു പ്രഖ്യാപനത്തിന്റെ ഭവനമായി. ഇങ്ങോട്ടൊന്നും ലഭിക്കില്ലെന്ന് 100% ഉറപ്പുണ്ടായിട്ട് അങ്ങോട്ട് സ്നേഹിക്കുന്ന സ്നേഹമാണ് ക്രിസ്തീയ സ്നേഹത്തിന്റെ പ്രത്യേകത. മറിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, മറിയേ, നീ കല്ലറയ്ക്കൽ ഇരുട്ടുള്ളപ്പോൾ നീ എന്തിനാ ഇവിടെ വന്നേ? മറിയ പറയുന്ന ഒരു വാക്കുണ്ട്, യേശു മരിച്ചെന്ന് എനിക്കറിയാം, 3-ാം ദിവസമാണ് ഞാൻ വരുന്നത്, നാറ്റം വെച്ച് തുടങ്ങിക്കാണും, ഞാൻ പൂശിയ ആ സുഗന്ധദ്രവ്യത്തിന്റെ മണമുണ്ട് എങ്കിലും നാറ്റം വെച്ച് തുടങ്ങിക്കാണും, മരിച്ച ഡെഡ് ബോഡിയാണ്, പക്ഷേ എനിക്ക് ആ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുപോകണം. പൊട്ടൻ, പൊട്ടി, നമ്മൾ അങ്ങനെയല്ലേ വിളിക്കുള്ളൂ. എടി, നിനക്ക് ഈ യേശുവിന്റെ ഡെഡ് ബോഡി കിട്ടിയിട്ട് എന്താ കാര്യം? മറിയ നമ്മോട് പറയാന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ യേശുവിനെ സ്നേഹിച്ചത് ഇങ്ങോട്ട് എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലല്ല, അവന്റെ ഡെഡ് ബോഡി എങ്കിൽ ഡെഡ് ബോഡി എനിക്ക് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം.
പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ തോട്ടക്കാരാണെന്ന് നിരൂപിച്ചിട്ട് അവനോട് പറയുക, അവനെ എവിടെ വെച്ചുവെങ്കിൽ ആ ഡെഡ് ബോഡി ഇങ്ങിത്താൻ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. ആ തോട്ടക്കാരൻ ഇങ്ങനെ പറഞ്ഞു കാണും, പൊട്ടിപ്പെണ്ണ്, ഈ ഡെഡ് ബോഡി കിട്ടിയിട്ട് നിനക്കെന്നാ കാര്യം? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ ഡെഡ് ബോഡിക്ക് നിനക്ക് എന്തെങ്കിലും പ്രതിഫലം തരാൻ കഴിയുമോ? എന്തെങ്കിലും നന്മ തരാൻ കഴിയുമോ? പക്ഷെ ഈ മറിയ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ഒന്നും ലഭിക്കില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്, പക്ഷെ എനിക്ക് എന്റെ യേശുവിന്റെ ഡെഡ് ബോഡി എങ്കിലും വേണം. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നീ ഈ 10, 50, 60, 70 കിലോ ഉള്ള യൗവനക്കാരനായ യേശുവിന്റെ ശരീരം, നിനക്ക് ഡെഡ് ബോഡിയെ എടുത്തോണ്ട് പോകാനുള്ള ആരോഗ്യം നിനക്കുണ്ടോ? നിന്റെ തോളിന് അതിനുള്ള ബലമുണ്ടോ? മറിയ പറയുകയാണ്, എന്റെ തോളിന്റെ ബലമല്ല, അകത്തോട്ട് കയറ്റിയുടെ ഈ തോളിലോട്ട് ുള്ള ഈ യൗവനക്കാരന്റെ ശരീരമാണെങ്കിൽ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ തയ്യാറാണ്. എന്റെ ശരീരത്തിന്റെ ശക്തിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല, യേശുവിനോടുള്ള സ്നേഹ നിമിത്തം. ഇതാണ് നിസ്വാർത്ഥമായ സ്നേഹം. ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ഈ ആളെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹമുണ്ടോ? ഇല്ല, ഇപ്പോഴും ഇല്ല. ഈ വീടിന് ഉടമസ്ഥനെ കാണണമെന്ന് ഇപ്പോഴും ആഗ്രഹം വരുന്നില്ല? നല്ലോണം വരുന്നുണ്ടല്ലേ? ഒരു രക്ഷയില്ല. സ്വർഗത്തിൽ പോകുമ്പോഴെ കാണാൻ പറ്റൂ. നമുക്ക് ഇപ്പൊ നിവൃത്തിയില്ല, പക്ഷെ കാണാൻ ആഗ്രഹിക്കണം. ഈ പ്രസംഗം കേട്ടിട്ടെങ്കിലും എന്ത് ചെയ്യണം? എണ്ണത്തിലെ ഒരാളും കൂടെ കൂട്ടി വെച്ചോണം. യേശു കഴിഞ്ഞാൽ മോശയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും പലർക്കും. അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയുണ്ടെന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇയാളെ കൂടെ ഇപ്പോ ലിസ്റ്റിലോട്ട് കയറ്റിക്കോണം. ഞാൻ അവിടെ ചെന്നിട്ട് ചോദിക്കും ഇങ്ങോട്ട്, ആദ്യം ചോദിക്കുന്നത്, വീടിന് വല്ലതും മാറ്റം ഉണ്ടായോ? ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, ഒന്ന് കാണണമായിരുന്നു. അന്ന് സയൻസ് സാർ ജനിച്ചില്ലായിരുന്നല്ലോ, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് സംഭവിച്ചിരിക്കും. അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്കതൊന്നും വലിയ ആവശ്യമില്ല. കാരണം എനിക്ക് നിത്യതയിൽ ഒരുക്കുന്ന ആ വലിയ ഭവനത്തെ കുറിച്ച് അന്നും നല്ല കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് കിട്ടണേക്കാൾ നല്ല വീടാണ് ഇപ്പൊ കിട്ടിയേക്കണേ എനിക്ക്. ഞാൻ നാണം കെട്ട് നിൽക്കുന്ന നിപ്പ് ഞാൻ ഇപ്പോഴും ആലോചിക്കുക. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല യേശുവിന് വേണ്ടിയിട്ട്. പക്ഷേ അതിനുവേണ്ടി അവസരം കൊടുത്ത ആ വീടിന്റെ ഉടമസ്ഥനെ അവിടെ ചെല്ലുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലം കണ്ടിട്ട് നാണക്കേട് ഉണ്ടാവാതിരിക്കണേ നമുക്കൊന്നും ഉണർന്നു പ്രവർത്തിക്കണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ പറഞ്ഞു.